പ്രണയം വൃദ്ധനെ പോലും 16-കാരനാക്കുന്നു. ഇന്ന് ലോക പ്രണയ ദിനം. കാലങ്ങൾക്ക് മുമ്പ് വാലന്റൈൻ ഡേ സങ്കടത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും ദിനമായിരുന്നു. വാലന്റൈൻസ് ദിനത്തിന് പിന്നിൽ ഒരു ത്യാഗത്തിൻ്റെ കഥയുണ്ട്. ത്യാഗമാണ് പ്രണയത്തിൻ്റെ പൂർണ്ണത. പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവൻ ദാനം ചെയ്ത വാലന്റൈൻ എന്ന വൈദികന്റെ ജീവത്യാഗത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഫെബ്രുവരി 14. പ്രണയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വിശുദ്ധന്റെ വേർപാടിന്റെ നൊമ്പരം. ആ ത്യാഗത്തിന്റെ ഓർമ്മയിലാണ് ഓരോ പ്രണയ ദിനങ്ങളും കടന്നു പോകുന്നത്. AD 469 പോപ്പ് ഗലേഷ്യസ് ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ്റെ ഓർമ്മ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രണയിക്കുന്നവരുടെ മധ്യസ്ഥനായാണ് വാലന്റൈൻ അറിയപ്പെടുന്നത്. മതപീഡനങ്ങളുടെ കാലമായിരുന്നു ക്ലോഡിയസ് രണ്ടാമൻ റോം ഭരിച്ചിരുന്ന 3-ാം നൂറ്റാണ്ട്. അക്കാലത്ത് ക്ലോഡിയസ് രണ്ടാമന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി തന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചു പോരുന്ന വ്യക്തിയായിരുന്നു സെന്റ് വാലന്റൈൻ. അന്ന് അദ്ദേഹം റോമിലെ ഒരു പള്ളിയിലെ വികാരിയായിരുന്നു. ക്ലോഡിയസ് രണ്ടാമന്റെ കൽപ്പനകൾ നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്തുന്നത്. അതിനു പകരം അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത് സ്വജീവനാണ്. ശക്തമായ ഒരു സൈന്യത്തെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയ ചക്രവർത്തി ക്ലോഡിയസ് രണ്ടാമൻ പ്രണയവും വിവാഹവും യുവാക്കളെ കൂടുതൽ വൈകാരികമാക്കുമെന്നും സൈന്യത്തിൽ ചേരാനുള്ള താല്പര്യം നഷ്ടമാകുമെന്നും കണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. യുവാക്കൾ വിവാഹം കഴിക്കാൻ പാടില്ല. മണ്ടൻ ആശയമെന്നോ കൽപ്പനയെന്നോ ഒക്കെ ഇതിനെ വിശേഷിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ശാസന എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. എന്നാൽ ഇതിനെതിരെ പ്രവർത്തിക്കാൻ വൈദികനായ വാലന്റൈൻ ധൈര്യം കാണിച്ചു. പ്രണയവും വിവാഹവും നിഷേധിക്കപ്പെട്ട യുവാക്കളുടെ ജീവിതം ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടതിന് സമാനമായിരുന്നു. ഉള്ളിലെ പ്രണയം പ്രകടിപ്പിക്കാനാകാതെ അവർ ഉരുകി. യുവാക്കൾ കൂടുതൽ മൂകരായി മാറി. വാളും പരിചയവുമായി യുദ്ധഭൂമിയിലേക്ക് പോകുന്ന യുവാക്കളുടെ ദൃശ്യം വാലന്റൈനെ സംബന്ധിച്ച് ഹൃദയഭേദകമായിരുന്നു. ചക്രവർത്തിയുടെ ഉത്തരവിന് വിപരീതമായി വാലന്റൈൻ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. യുവാക്കൾ വീണ്ടും ഊർജ്ജസ്വലരായി. എന്നാൽ ഈ വിവരം രഹസ്യമായി അറിഞ്ഞ ചക്രവർത്തിയുടെ സൈന്യം വാലന്റൈനെ പിടികൂടി. AD 270 ഫെബ്രുവരി 14 അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു. വിശുദ്ധ വാലന്റൈൻ എന്ന പേരിൽ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് 2 കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും വാലന്റൈനെ ക്ലോഡിയസ് രണ്ടാമൻ കൊലപ്പെടുത്തി എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരാൾ റോമിലെ പുരോഹിതനായിരുന്നെങ്കിൽ രണ്ടാമൻ ഒരു മെത്രാനായിരുന്നുവെന്നും പറയപ്പെടുന്നു. ബിഷപ്പ് വാലന്റൈനാണ് വാലന്റൈൻ സന്ദേശങ്ങൾക്ക് പിന്നിൽ. ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വിശുദ്ധ വാലന്റൈൻ ഒരിക്കൽ റോമിലെ ജഡ്ജിയുടെ തടവിലായി. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു. അന്ധയായ തൻ്റെ മകൾക്ക് സൗഖ്യം നൽകാമോ എന്ന് അദ്ദേഹം വാലന്റൈനോട് ചോദിച്ചു. മകൾ സുഖപ്പെട്ടില്ല എങ്കിൽ വാലന്റൈനെ വധിക്കുമത്രേ. കാഴ്ച ലഭിച്ചാൽ വാലന്റൈൻ പറയുന്നതെന്തും ജഡ്ജി അനുസരിക്കും. ഇതായിരുന്നു വ്യവസ്ഥ. ജഡ്ജിയുടെ മകളുടെ കണ്ണിന് മുകളിൽ വാലന്റൈൻ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ മകൾക്ക് കാഴ്ച ലഭിച്ചു. പകരമായി ജഡ്ജിയുടെ കുടുംബം മുഴുവനായി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിയുകയും ചെയ്തു. ക്ലോഡിയസ് രണ്ടാമന്റെ തടവിലായ വാലന്റൈൻ ജഡ്ജിയുടെ മകൾക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. മരണം വിധിക്കപ്പെട്ട ശേഷം അദ്ദേഹം അയച്ച സന്ദേശങ്ങളിൽ നിന്നാണ് വാലന്റൈൻ സന്ദേശങ്ങളുടെ പിറവി. റോമൻ കത്തോലിക്ക സഭയിലെ വിശുദ്ധനായ വാലന്റൈൻ്റെ പേര് പിന്നീട് റോമൻ കാത്തലിക് കലണ്ടറിൽ നിന്നും നീക്കി. 1969 അദ്ദേഹത്തെ നീക്കിയത്. രക്തസാക്ഷിയായി അറിയപ്പെടുന്ന ആളും അവരുടെ പ്രവർത്തനങ്ങളും ദൈവം മാത്രം അറിയുന്നതായിരിക്കണമെന്ന് AD 496 ഗലേഷ്യസ് പോപ്പ് 1 പ്രഖ്യാപിച്ചു. സ്വന്തം പേരിൽ പ്രശസ്തനായ വാലന്റൈനെ കലണ്ടറിൽ നിന്ന് നീക്കിയത് ഇതിന്റെ പേരിലായിരുന്നു. യഥാർത്ഥ വാലന്റൈൻ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാലും കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പേരും ഇല്ല. ഒരുപാട് വിശുദ്ധരായ വാലന്റൈന്മാരെ പിന്നീട് അങ്ങോട്ട് കാണാം. പ്രണയം ആഘോഷിക്കാൻ ഫെബ്രുവരി 14 ഉചിതമായ മറ്റൊരു ദിനമില്ല. പ്രണയത്തിന്റെ വർണ്ണവും വസന്തവുമാണ് ഫെബ്രുവരിയുടെ അഴകിന് പിന്നിൽ. പ്രണയിക്കുന്നവരാണോ പ്രണയം നഷ്ടപ്പെട്ടവരാണോ കൂടുതൽ? ഒരുപക്ഷെ നഷ്ടപ്രണയത്തിന്റെ വേദനയിൽ കഴിയുന്നവരാകണം. കാരണം മനസ്സിൽ പ്രണയം ഉണ്ടാവുക എന്നതാണ് പ്രധാനം. പ്രണയിക്കുന്ന എല്ലാവർക്കും അത് ഉണ്ടാകണമെന്നില്ലല്ലോ. ഈ ഒരു ദിവസം അവരുടേത് കൂടിയാണ്. പ്രണയത്തിന്റെ ചരിത്രത്തിൽ പേര് എഴുതി ചേർത്തവർ നിരവധി. ഷാജഹാൻ, മുംതാസ്, ലൈല, മജ്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എങ്കിലും പ്രണയിക്കുന്നവർക്കായി ഫെബ്രുവരി 7 ആരംഭിക്കുന്ന ഒരാഴ്ച നീളുന്ന പ്രണയ അനുബന്ധ ദിവസങ്ങളാണ് ഉള്ളത്.